യെസ്, ഡോക്ടർ മോഹൻ വർഗീസ് ഇതുവരെ ഇവിടെ സംസാരിച്ചത് 3 പാർട്ടികളുടെ ഔദ്യോഗിക വക്താക്കൾ ആണ്. അപ്പോൾ ഈ വിഷയത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു എന്നത് വളരെ ശ്രദ്ധാപൂർവം ഉറ്റുനോക്കുന്നുണ്ടാവും പ്രേക്ഷക. നോക്കൂ, ഇത് ഒരു പൊളിറ്റിക്കൽ അജണ്ടയുടെ പേരിലാണോ ഇത്തരത്തിലൊരു വോട്ടർ പട്ടിക ബഹിഷ്കരണത്തിലേക്ക് പോയത്? ഇപ്പോൾ വർഗീസ് സാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പോലും ഒരായുധമാക്കി മാറ്റുന്നു. ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ച് ദരിദ്ര വിഭാഗത്തെ പൂർണ്ണമായും വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഗൂഢ നീക്കം നടക്കുന്നുണ്ട് എന്നുള്ള സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ഇതിലെ വാസ്തവം? എന്താണ് താങ്കളുടെ നിരീക്ഷണം? ശ്രീ അനിൽ, ഇവിടെ ഇതിന്റെ വാസ്തവം എന്ന് പറയുന്നത് സത്യം തലനാരിഴ കീറി പരിശോധിക്കുമ്പോൾ ഇവിടെ ഉരുത്തിരിയുന്ന 1-2 ചോദ്യങ്ങളുണ്ട്. ന്യായമായ ചില ചോദ്യങ്ങളുണ്ട്, ന്യായമായ സംശയങ്ങളുമുണ്ട്. ആ സംശയങ്ങളിൽ നിന്നാണല്ലോ ചോദ്യങ്ങൾ ഉണ്ടാവുക. ഇവിടെ വോട്ടവകാശം സംബന്ധിച്ച വിഷയമാണ്. ആരാണ് വോട്ടവകാശി? ബീഹാറിലെ ജനങ്ങൾ. ഡോക്ടർ വർഗീസ് ജോർജ് സാർ പറഞ്ഞ കാര്യങ്ങൾ, എന്റെ ഗുരുനാഥൻ കൂടിയാണ് ഡോക്ടർ വർഗീസ് ജോർജ്. ഞങ്ങൾ സഹപ്രവർത്തകരും കൂടിയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് പാനലിൽ വരുന്ന ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു പാവപ്പെട്ട ഒരു ജനതയെ, ഗുരുനാഥനോടുള്ള ബഹുമാനം കാരണം പൂർണ്ണമായി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കരുത് കേട്ടോ. ഒരിക്കലും നിലപാടുകളെ ബഹുമാനിക്കുന്നു. പക്ഷേ എനിക്ക് നിഷ്പക്ഷമായി ഞാനൊരു പാർട്ടിയുമായും അസോസിയേറ്റ് ചെയ്യുന്ന ഒരാളല്ല. അതുകൊണ്ട് തീർച്ചയായും അതിനെ ഒരു മെറിറ്റ് ഇഷ്യൂ മാത്രമാണ് എനിക്ക് പരിഗണിക്കാനാവുന്നത്. അങ്ങനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവകാശമുണ്ട് വോട്ടർ പട്ടിക ക്ലെൻസ് ചെയ്യുക, അല്ലെങ്കിൽ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ രീതിയിലുള്ള ക്ലെൻസിംഗ് അല്ല, അശുദ്ധമായിട്ടുണ്ട് എങ്കിൽ, മരിച്ചവർ വോട്ടർ പട്ടികയിൽ തുടരുന്നു എങ്കിൽ, അല്ലെങ്കിൽ പൂർണ്ണമായും അർഹതയില്ലാത്ത ആളുകൾ ഏതെങ്കിലും രീതിയിൽ വോട്ടർ പട്ടികയിൽ ഇലക്ടറൽ റോളിൽ കടന്നു കൂടിയിട്ടുണ്ട് എങ്കിൽ അത് കാലാകാലങ്ങളിൽ ശുദ്ധീകരിച്ച് അർഹതയുള്ളവർക്ക് മാത്രമായി വോട്ടവകാശം പരിമിതപ്പെടുത്താനുള്ള ഘടനാപരമായ ചുമതലയാണ് ഭരണഘടനാ ഇൻസ്റ്റിറ്റ്യൂഷനായ തെരഞ്ഞെടുപ്പ് കമ്മീഷനുള്ളത്. അത് മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമത്തിലെ 21-ാം അനുച്ഛേദം അനുസരിച്ച് വോട്ടർ പട്ടികയിൽ വേണ്ട സമയം വേണമെങ്കിൽ ഈ ഇന്റൻസീവ് ചേഞ്ചസ്, റാഡിക്കൽ ചേഞ്ചസ് വരുത്താൻ ഉള്ള അവകാശം തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട്. ആ അവകാശം ഉപയോഗിച്ചുകൊണ്ടാണ് ചില നിബന്ധനകൾ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചു. വോട്ടർ പട്ടിക 1987 ശേഷം ജനിച്ച ആളുകൾ, ഇപ്പോൾ അവർക്ക് 38 വയസ്സുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ, അത് വലിയൊരു നമ്പറുണ്ട്. ഇന്ത്യ ഇസ് എ യങ് പോപ്പുലേഷൻ. ഇന്ത്യ ഹാസ് എ വെരി യങ് പോപ്പുലേഷൻ. അതൊരു വലിയ നമ്പറാണ്. ബീഹാറിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ, ഈ യങ് പോപ്പുലേഷനിൽ വരുന്ന 38 വയസ്സും 21 വയസ്സിനും 38 വയസ്സിനും ഇടയിലുള്ള ഈ സമ്മതിദായകർ, അവർക്ക് സ്വല്പ ബുദ്ധിമുട്ടാണ് എന്നത് വളരെ സ്വാഭാവികമാണ്. കാരണം അവരുടെ പിതാക്കന്മാരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ഒരുപക്ഷെ അവർക്ക് സാധിച്ചു എന്ന് വരില്ല. എത്ര പേരുടെ കൈവശമാണ് ബീഹാറിലെയൊക്കെ ജനതയിൽ എത്ര പേരുടെ കൈവശമാണ് ബർത്ത് സർട്ടിഫിക്കറ്റ്? പക്ഷെ ഓർക്കുക, ആ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമല്ല യോഗ്യതയ്ക്കുള്ള, അവർക്കുള്ള അർഹതയ്ക്കുള്ള മാനദണ്ഡം എന്നുകൂടി ഓർക്കുക. 19ഓളം ഐറ്റംസ് ആണ്, ബാങ്ക് രേഖകൾ ഉൾപ്പെടെയുള്ള 19ഓളം ഐറ്റംസ് ആണ് അനുവദനീയം. പക്ഷെ 2 ഐറ്റംസ് ഈ വോട്ടർ എലിജിബിലിറ്റിക്ക് വേണ്ടി, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റിക്ക് വേണ്ടി സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, ഈ ആധാർ ബയോമെട്രിക്സ് ഉൾപ്പെടെ ഉണ്ടാകുന്നുള്ള ആധാർ കാർഡ് ഒരു യോഗ്യതയല്ല. ആധാർ കാർഡ് ഒരു ഐഡന്റിറ്റി പ്രൂഫാണ്. പക്ഷെ അത് ഒരു രേഖയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഈ എക്സർസൈസിൽ അനുവദിക്കുന്നില്ല എന്നതാണ് പല പുരികങ്ങളും ചൊളിയാനുള്ള ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത്, നിലവിലുള്ള ഐഡന്റിറ്റി കാർഡ്, ഇവര് കഴിഞ്ഞ എത്രയോ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തവരാണ്. 21 വയസ്സിനും 38 വയസ്സിനും ഇടയിൽ അവർ എത്രയോ തെരഞ്ഞെടുപ്പ്, 5-6 പൊതു തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, സംസ്ഥാന ദേശീയ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്തിട്ടുള്ള വോട്ടർ ഐഡന്റിറ്റി കാർഡ് കൈവശം ഉള്ളവർക്ക് പോലും വീണ്ടും അത് തെളിയിക്കാനുള്ള തങ്ങൾക്ക് അർഹതയുണ്ട് എന്ന് ഒരിക്കൽ കൂടി രേഖകളുടെ അടിസ്ഥാനത്തിൽ, മറ്റു രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കേണ്ട ആവശ്യം വരുമ്പോഴാണ് ആരോപണങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ഈ ആധാർ ഒരു മാനദണ്ഡമാക്കാത്തത്, വ്യാജമായിട്ട് ആധാർ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന പല സ്ഥലങ്ങളും അവിടെയുണ്ട്. അവിടെ പോലീസ് റെയ്ഡ് നടത്തി അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തിയതെന്ന് തോന്നുന്നു. തീർച്ചയായും വ്യാജ ആധാറുകളുമായി എത്ര പേരാണ് പിടിയിലായത്? എത്രയോ കേസുകൾ നമ്മൾ പൊതുമധ്യത്തിൽ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആധാറിനെ ഒരു പക്ഷേ ആധികാരിക രേഖയാക്കി
മാറ്റിയാൽ അത് വഴിയാധാരമാകും. ആ ഒരു പ്രക്രിയ തന്നെ വഴിയാധാരമാകും. അതുകൊണ്ട് അത് സാധിക്കില്ല. പക്ഷേ ഇവിടെ ഈ തിടുക്കം ഒരു പ്രധാന ആരോപണമായി വന്നിരിക്കുന്നത് ഒരു തിടുക്കമാണ്. എന്തുകൊണ്ട് ബീഹാർ എന്ന ചോദ്യം, അതിനുള്ള ഉത്തരമാണ് ഒരുപക്ഷെ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞത്. അവിടെ നിരക്ഷര കുക്ഷികളായ ഒരുപാട് പേരുണ്ട്. അവരിൽ ഒരുപാട് പേര് ഡൽഹിയിലും എന്തിന് കേരളത്തിലും ഒക്കെ വന്ന് ജോലി ചെയ്യുന്ന ആളുകളാണ്. അവർക്കൊക്കെ അവകാശമുള്ള ആളുകളാണ്. അവരെ ഒരുപക്ഷെ ട്രേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ വീട്ടുകാർക്ക് തന്നെ പലപ്പോഴും അവരെ കണ്ടെത്താൻ ബുദ്ധിമുട്ട് വരും. അവരെവിടെയാണ്, അവരുമായി നിരന്തരമുള്ള ബന്ധം, ടെലിഫോൺ ബന്ധം ഒക്കെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഓർക്കൂ, അതിനൊരു മറുവശം കൂടിയുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായി പറയുന്നു, ബ്ലോക്ക് ലെവൽ ഏജന്റ്സ്, അവർക്ക് തീർച്ചയായും ഇവരുമായി ബന്ധപ്പെടാൻ കഴിയും. ആ രേഖകൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിവിടെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതൊക്കെ വലിയ ഒരു പ്രക്രിയയാണ് എന്നതാണ് ആരോപണം. അത് ശരിയുമാണ്. പക്ഷേ അവർക്ക് ഇതിന് എങ്ങനെയെങ്കിലും അത് പൂരിപ്പിച്ചതിന് ശേഷം, അവർക്ക് മറ്റുള്ളവരുടെ സഹായത്തോടു കൂടി പോലും ആ രേഖകൾ പൂരിപ്പിച്ചതിന് ശേഷം തിരിച്ച് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അത് സ്വീകരിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ ആ പ്രക്രിയ കഠിനമാണെന്ന് പ്രഥമദൃഷ്ട്യാ തോന്നിയാൽ പോലും ആ പ്രക്രിയ ലഘൂകരിക്കാനുള്ള ഉപാധികൾ കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനുള്ളിലെ ഒരു സതുദ്ദേശപരമായ കാര്യം കാണാതെ പോകരുത്. എപ്പോഴും നമ്മൾ ദുരുദ്ദേശപരമായ കാര്യങ്ങൾ കാണുമ്പോൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയമാണ്, ദുരുദ്ദേശപരമായി പറയുകയാണെങ്കിൽ തീർച്ചയായും ഒരു രാഷ്ട്രീയ ചായ്വ് ബീഹാറിലെ ജനസംഖ്യയിലെ ഒരു നല്ല പങ്ക് ന്യൂനപക്ഷമാണ്. പ്രത്യേകിച്ചും ബീഹാർ ബംഗാളുമായി അതിർത്തി പങ്കിടുന്ന മേഖലകളിൽ ന്യൂനപക്ഷ സാന്നിധ്യമുണ്ട്. അവർ മാത്രമല്ല പട്ടികയ്ക്ക് പുറത്താകാൻ പോകുന്നത്. ഭൂരിപക്ഷ സമുദായത്തിലെ ആളുകൾ ഒരുപക്ഷെ പട്ടികയ്ക്ക് പുറത്താകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പാവപ്പെട്ടവർ മാത്രമല്ല പട്ടികയ്ക്ക് പുറത്താകാൻ സാധ്യതയുള്ളവരെ, വലിയ രീതിയിൽ യാത്ര ചെയ്യുന്നവർ, മറ്റിടങ്ങളിൽ പോയി താമസിക്കുന്നവർ, അവർക്കൊക്കെ മാതൃ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ വർഗീസ് സാറിനോട് ചോദിച്ചത് ഒരു പ്രത്യേക പാർട്ടിയിലുള്ളവരെ മാത്രമാണോ പുറത്താക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഞാൻ ഉന്നയിച്ചിരുന്നു. അങ്ങനെ സാധിക്കും? വോട്ടർ ഐഡന്റിറ്റി കാർഡ് ഇഷ്യൂ ചെയ്യാൻ ഒരു പാർട്ടി തിരിച്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു ജാതി തിരിച്ചോ മതം തിരിച്ചോ പാർട്ടി തിരിച്ചോ ചെയ്യണമെങ്കിൽ PLA പാർട്ടി പരിഗണന അനുസരിച്ച് പ്രവർത്തിച്ചാൽ അത് സാധിക്കും. അത് സാധിക്കില്ല എന്നൊന്നും പറയാനാവില്ല. അവരുടെയൊക്കെ ആ ലോക്കൽ ഏജൻസിന് അറിയാം. അവരെല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മനസ്സുള്ളവരാണെങ്കിൽ അവരൊന്നാഞ്ഞ് വിചാരിച്ചാൽ ഓരോരുത്തരുടെയും രാഷ്ട്രീയ അഭിരുചി അല്ലെങ്കിൽ വോട്ടിംഗ് ഇന്റൻഷനെ കുറിച്ച് ഒരു അറിവുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അവർ വിചാരിച്ചാൽ സാധിക്കും. പക്ഷെ എല്ലാ BLAയും ഒരുപോലെ തന്നെ ഈ സംവിധാനത്തെ അട്ടിമറിച്ചുകൊണ്ട് ചില പാർട്ടികളോട് ആഭിമുഖ്യമുള്ള, പ്രത്യേകിച്ച് രാഷ്ട്രീയ ജനതാദളിനോടോ കോൺഗ്രസ് പാർട്ടിയോടോ, അവരെല്ലാം ചേർന്നതാണല്ലോ മഹാഗഠബന്ധൻ. ആ ഗഠബന്ധൻ കക്ഷികളോട് മാത്രം ആഭിമുഖ്യമുള്ളവരെ തെരഞ്ഞുപിടിച്ച് പുറത്താക്കുക എന്ന് പറയുമ്പോൾ കഠിനമായ പ്രയത്നം വേണ്ടിവരും. അപ്പൊ അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിനൊരു നല്ല ഇന്റൻഷൻ ഉണ്ട്. ബീഹാറിലൊരു തുടക്കമാണ്. ഇത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കും. ഇവിടെ ഏറ്റവും ഇതിനേക്കാൾ വലിയ ആരോപണമായി വരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ദേശീയ പൗരത്വ രജിസ്റ്റർ ആക്ച്വലി രാജ്യവ്യാപകമായി വരുമ്പോൾ വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് നേപ്പാളിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും മ്യാൻമാറിൽ നിന്നും കാലാകാലങ്ങളിൽ ഇവിടെ കടന്നു വന്ന് അനധികൃതമായ രീതിയിൽ ഇവിടെ കഴിഞ്ഞുകൂടുകയും അവര് വ്യാജ ഇന്ത്യൻ ഐഡന്റിറ്റി നേടിയെടുക്കുകയും വോട്ടർ ഐഡന്റിറ്റി നേടിയെടുക്കുകയും വോട്ടിംഗ് റൈറ്റ് നേടിയെടുക്കുകയും അത് സിറ്റിസൺഷിപ്പിന്റെ ഒരു മാനദണ്ഡമായി മാറുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രക്രിയ, ആ ഒരു അവസ്ഥ അവസാനിച്ചേ തീരൂ. അത് തീർച്ചയായും രാജ്യ താല്പര്യത്തിന്, കാരണം ദേശീയ സുരക്ഷയ്ക്ക് കൂടി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ദേശീയ സുരക്ഷയെ മുൻനിർത്തി വിദേശത്ത് നിന്നും വിദേശ പൗരന്മാർ മതിയായ രേഖകളില്ലാതെ ഇവിടെ വന്ന് അനധികൃതമായ താമസം ഉറപ്പിച്ച് അവർ പൗരന്മാരായി പരിഗണിക്കപ്പെടുകയും വോട്ടർമാരെ അംഗീകരിക്കപ്പെടുന്നവരെ പൊതുജനം പൗരന്മാരായി മാത്രമേ പരിഗണിക്കൂ. കാരണം വോട്ടിംഗ് റൈറ്റ് ഉള്ളത് പൗരന് മാത്രമാണ്. പ്രായപൂർത്തിയായ ഇന്ത്യൻ പൗരനായിരിക്കണം. അപ്പൊ അതൊരു കുറുക്ക് വഴിയായി സ്വീകരിക്കുന്ന ആ അവസ്ഥാവിശേഷം ഉണ്ടാകാതെ ഇരിക്കുന്നതിനുള്ള പ്രിക്കോഷൻ എന്ന നിലയിലാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടായത്. പക്ഷെ ഈ നീക്കം തീർച്ചയായും ഒരുപിടി ജനാധിപത്യ പ്രക്രിയക്ക് വലിയ വെല്ലുവിളിയാണ്. കാരണം ഒരു സാങ്കേതികമായ കാരണങ്ങളാൽ തങ്ങളുടെ സമ്മതിദാന നഷ്ടപ്പെടുന്ന ഒരു അനുഭവം നോക്കൂ. ഇതിന്റെ ഒരുപാട് സാങ്കേതികതയുണ്ട് ശ്രീ അനിൽ. അവിടെയാണ് അതിനകത്ത് എനിക്കത് അതുകൊണ്ടാണ് നിഷ്പക്ഷമായിട്ട് മാത്രമേ എനിക്ക് വിലയിരുത്താൻ പറ്റൂ എന്ന് പറയുന്നത്. യാത്ര ചെയ്യുന്ന ആളുകൾ, കേരളത്തിൽ വന്ന് താമസിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള 30 ലക്ഷത്തിൽ പേരാണെന്ന് ഓർക്കണം. 20 ലക്ഷത്തിൽ പേർ മരിച്ചുപോയവരാണ്. തീർച്ചയായും അവർ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്ത് പോകേണ്ടവർ തന്നെയാണ്, സംശയമില്ല. 7 ലക്ഷത്തോളം പേർ
ഡബിൾ പിന്നെ 2 പട്ടികയിൽ, അതായത് മറ്റിടങ്ങളിലും വോട്ട് ഉള്ളവരാണ് എന്ന് കണ്ടെത്തിയ ആളുകളാണ്. അത് ഘടനാപരമായി കണ്ടെത്തിയതാണ്, ആ കാര്യത്തിലും സംശയമില്ല. അങ്ങനെ 38 ലക്ഷം പേർ. ഇപ്പം ആരോപണ വിധേയം എന്ന് പറയുന്നത് 50 ലക്ഷത്തിലധികം പേരാണ്. 58 ലക്ഷം പേരാണ് ഈ ഘട്ടത്തിൽ പുറത്തു പോകുന്നത്. ആദ്യം 3 കോടിയോളം പേര് പുറത്തു പോകും എന്ന ഊതിപ്പെരുവച്ച കണക്കുകൾ കേട്ടുവെങ്കിലും ഇപ്പോൾ കേൾക്കുന്നത് 50 ലക്ഷത്തിനും 60 ലക്ഷത്തിനും ഇടയിൽ പേരാണ് 28-ാം തീയതിക്കുള്ളിൽ ഇതിന്റെ ഫൈനലൈസ് ചെയ്യുന്ന ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ഇത് ഫൈനലൈസ് ചെയ്യുമ്പോൾ, അത് കഴിഞ്ഞ് 1 മാസത്തെ ഗ്രേസ് പീരീഡ് ഉണ്ട്. തർക്കങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കാനും വേണ്ട തിരുത്തലുകൾ വരുത്താനും വേണ്ടി വന്നാൽ ചില പേരുകൾ അനർഹരെ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ വെട്ടിക്കളയാനും, പുതിയ പേരുകൾ ഉണ്ടെങ്കിൽ ന്യായമാണെങ്കിൽ ചേർക്കാനും 1 മാസം സമയമുണ്ട്. അപ്പം തിടുക്കത്തിൽ എന്ന് പറയുമ്പോഴും തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഒക്ടോബറിലാണ്. പക്ഷേ അതിന് ഇനിയും ഓഗസ്റ്റ് മാസം മുഴുവൻ തന്നെ ഉണ്ട്, പിന്നീട് സെപ്റ്റംബർ ഉണ്ട്. അപ്പോൾ ആ ഒരു ബ്രീതിങ് പീരീഡ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് കോടതിയുടെ വിധി തീർച്ചയായും നിർണായകമായി. ഈ കേസ് കോടതിയുടെ പരിഗണനയിലാണ്. അപ്പൊ നമ്മൾ ഒരു പരിധിയിൽ കൂടുതലാണ് സാങ്കേതികതയിലേക്കും നൈതികയിലേക്കും പോകുന്നത്, സബ്ജുഡീസ് ആകും എന്ന ഒരു ഭയവുമുണ്ട്. അതുകൊണ്ടാണ് 28-ാം തീയതി വരുന്ന കോടതി വിധി എന്തെല്ലാം ഈ ഡോക്യുമെന്റിന്റെ ആധികാരികതയെക്കുറിച്ചും കോടതി പറയുകയാണ്. ആധാർ ഒരു ഡോക്യുമെന്റായി എടുക്കാം, അങ്ങനെ വോട്ടിംഗ് അവകാശം കൊടുക്കാം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എതിർക്കാനാവില്ല. അങ്ങനെ ആകട്ടെ, അത് കോടതി പറയട്ടെ. നമുക്ക് അവസാനമായി ഉള്ള അത്താണി കോടതിയാണ്. അപ്പൊ കോടതിയിൽ ഇരിക്കുന്ന ഒരു വിഷയം മുൻകൂട്ടി എതിർക്കും. ആധാറിന്റെ ജെന്യൂനിറ്റി പരിശോധിക്കേണ്ടി വരുമല്ലോ, പ്രത്യേകിച്ച് വ്യാജ ആധാർ കാർഡുകൾ ഉണ്ട് എന്നതിന്റെ പശ്ചാത്തലത്തിൽ ഫർദർ കേസുകൾ ഉണ്ടാകും. അതിന് ചോദ്യം ചെയ്തുകൊണ്ട് കോടതിക്ക് അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അതിനെ ആധാർ കാർഡിന് അതിനെ ഫർദർ കേസുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു നിയമ പോരാട്ടത്തിലേക്ക് വരും. ഇതിനിടയിലാണ്, ഇതെല്ലാം ഈ പശ്ചാത്തലത്തിലാണ് രാഷ്ട്രീയ ജനതാദളിന്റെ ഭാഗത്ത് നിന്ന്, ഡോക്ടർ വർഗീസ് ജോർജിന്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഒരു കാര്യമാണ്. ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഞങ്ങൾക്ക് ഈ രൂപത്തിലുള്ള പ്രക്രിയയിൽ ഞങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു ഇതിൽ പങ്കാളിയാകാൻ ഞങ്ങൾ തയ്യാറാവില്ല എന്ന് ഡോക്ടർ വർഗീസ് ജോർജ് സാറിന്റെ ഉൾപ്പെടെ നേതാവ് തേജസ്വി യാദവ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് നടത്തിയ പ്രസ്താവന കാണുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് ഒരു ജനാധിപത്യ പ്രക്രിയയിൽ നിന്നും വിട്ടു നിൽക്കുക എന്നത് അത്ര ആരോഗ്യപരമായ ഒരു കാര്യമല്ല. ഇവിടെ ഒരു ലെവൽ പ്ലേയിങ് ഫീൽഡ് സൃഷ്ടിക്കപ്പെടണം, ആശങ്കകൾ ദൂരീകരിക്കപ്പെടണം. അതിന് കോടതിയുടെ ഇടപെടൽ മാത്രം പോരാ, അതിനൊരു ഏകമാന സ്വഭാവം വേണം. ബീഹാറിൽ നിന്നും മറ്റ് ഇടങ്ങളിലേക്ക് ഈ തരം എക്സസൈസ് വ്യാപിക്കുമ്പോൾ ബീഹാറിൽ എന്തെങ്കിലും ന്യൂനത പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മറ്റിടങ്ങളിലേക്ക് ന്യൂനതയാർന്ന ഊനമില്ലാത്ത രീതിയിലുള്ള ഇലക്ട്രൽ റോളുകൾ സജ്ജീകരിക്കുക എന്നതും ജനാധിപത്യ പ്രക്രിയ പരിപോഷിപ്പിക്കുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ശ്രീ അനിൽ.